അര ഡസൻ കഴുതകളുണ്ടായിരുന്നു അയാൾക്ക്. അതിൽ ഒരെണ്ണം രോഗം പിടിച്ചു മരിച്ചുപോയി. മറ്റൊരെണ്ണം മഹാമടിയനാണ്. ബാക്കിയുള്ള കഴുതകൾക്ക് തീർക്കാവുന്നതിലേറെ ജോലിയുണ്ട്. അതിനാൽ പുതിയ ഒരു കഴുതയെ വാങ്ങുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കഴുതയെ കണ്ട് വില ഉറപ്പിച്ചു. എങ്കിലും അയാൾ പണം കൊടുത്തില്ല. 2 ദിവസം കഴിഞ്ഞ് പണം തരാം. ഇതിനെ ഞാൻ കൊണ്ടുപോയി സ്വഭാവവും ജോലിയും എങ്ങനെ ഇരിക്കുന്നുവെന്ന് നോക്കട്ടെ. വിൽപ്പനക്കാരൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. പുതിയ കഴുതയെ അയാൾ കൊണ്ടുപോയി സ്വന്തം തൊഴുത്തിൽ വിട്ടു. അത് മറ്റു കഴുതകളുമായി എങ്ങനെ പരിചയപ്പെടുന്നു എന്ന് നോക്കാൻ അല്പസമയം അവിടെ നിൽക്കുകയും ചെയ്തു. നല്ലപോലെ അധ്വാനിക്കുന്ന 4 കഴുതകളുടെ അടുക്കലും അത് പോയി. അവരെല്ലാം പുഞ്ചിരി പൊഴിച്ച് സൗഹൃദം നീട്ടി. പക്ഷെ നവാഗതന് അവരെയൊന്നും അത്ര ഇഷ്ടമായില്ല. കുറച്ചപ്പുറത്ത് അലസനും അത്യാർത്തിക്കാരനുമായ ഒരു കഴുത മാറി നിൽപ്പുണ്ട്. അതിനെ പുതിയ കഴുത ഇഷ്ടപ്പെട്ടു. പഴയ മടിയൻ കഴുതയ്ക്കും വളരെ സന്തോഷമായി. അവർ ഒരുമ്മി നിന്നു. അന്ന് സമയം വളരെ വൈകിയിരുന്നു. അതിനാൽ അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ പുതിയ കഴുതയെ കെട്ടി വലിച്ച് അതിന്റെ ഉടമയുടെ അടുക്കലെത്തി. 2 ദിവസം കഴിഞ്ഞു വരാമെന്നല്ലേ പറഞ്ഞത്? ഇത്ര വേഗം പരീക്ഷിച്ചു കഴിഞ്ഞോ? ഉടമ ചോദിച്ചു. എന്തിനധികം, ഇതുപോലെ ഒരു കഴുതയെ കൂടി താങ്കൾ വേണമെങ്കിൽ പകുതി വിലയ്ക്ക് തരാം, അയാൾ പറഞ്ഞു. നല്ലവണ്ണം അധ്വാനിക്കുന്ന 4 കഴുതകൾ എന്റെ തൊഴുത്തിലുണ്ട്. എന്നിട്ടും ഏറ്റവും മടിയനായ 5ാമത്തെ കഴുതയുമായിട്ടാണ് ഇത് കൂട്ടുകൂടാൻ പോയത്. ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാർ എന്ന് നോക്കി മറ്റുള്ളവർക്ക് നിങ്ങളെ വിലയിരുത്താൻ കഴിയും.